അതുമാത്രമല്ല, അവ സ്വയം നന്നായി ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് ഒടുക്ക നിരാശപ്പെട്ട് ഇനി അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കില്ലെന്ന് ആര് കണ്ടു? എപ്പോഴും ടീച്ചർ അവൾക്ക് കാവലിരിക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോ അവിടെയാണെങ്കിലും സംഭവിക്കാമല്ലോ മുരളി. ഇല്ല, അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ടീച്ചറെ. അതായത് അവൾ എന്റെ കൂടെയാണെങ്കിൽ ഞാൻ അവളുടെ കാര്യങ്ങൾ തീരെ കെയർ ചെയ്യില്ലെന്നാണോ അശ്വതി പറയുന്നത്? അയ്യോ, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇവിടെ ആവുമ്പോ ജോബിനെ കുറിച്ച് ഓർക്കാനും പറയാനുള്ള സാഹചര്യം കൂടുതലുണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മുരളിയും അശ്വതിയും ഞാൻ പറയുന്നത് ശാന്തമായി ഒന്ന് കേൾക്ക്. അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ മകൻ മാത്രമല്ല, ഞാനും നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ഞാനോ എന്റെ മകനോ കാരണം അവൾ ഒരിക്കലും സങ്കടപ്പെടാൻ ഇടയാകില്ലെന്ന്. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ടീച്ചറെ? പറഞ്ഞ വാക്ക് പാലിക്കാൻ ടീച്ചറിനോ ജോബിനോ കഴിഞ്ഞില്ല. പോട്ട്, അതിന് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. അവൻ നെറിയേട് കാണിച്ചെങ്കിലും ടീച്ചർ അവളെ പൊന്നുപോലെ നോക്കിയെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാ ഞങ്ങൾ മാന്യമായിട്ട് തിരിച്ചിങ്ങനെ സഹകരിക്കുന്നത്. ഇനിയിപ്പോ മാളുവിനെ ഇവിടെ ഇങ്ങനെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചുനാളുകൂടി ഞങ്ങൾ നോക്കും. അതിനുള്ളിൽ ഒരു തീരുമാനം ആയില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ അതിൻ്റെതായ രീതി നീങ്ങും. എന്നുവെച്ചാ മുരളി എന്താ ഉദ്ദേശിക്കുന്നത്? പൊരുത്തപ്പെട്ടു പോകാൻ തീരെ പറ്റില്ലെന്ന് കണ്ട എല്ലാവരും എന്താ ചെയ്യുന്നത്? അതങ്ങ് വേണ്ടാന്ന് വെക്കും. ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത്. ശരി, നിങ്ങളുടെ മകളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. പക്ഷെ മുരളി ഒരു കാര്യം, അത് മരുമകളാണെന്നുള്ള സ്വാതന്ത്ര്യം എടുത്ത് പറയുകയല്ല. അവളെ ഒരു മകൾക്ക് തുല്യം സ്നേഹിക്കുന്ന ഒരമ്മ എന്ന നിലയിൽ പറയുക. അങ്ങനൊരു ഡിവോഴ്സാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായും അത് മാളുവിന്റെ സമ്മതപ്രകാരമേ നടത്താൻ പാടുള്ളൂ. സമ്മതം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ആരുടെയും നിർബന്ധമോ ഭീഷണിയോ ഇല്ലാതെ സ്വമനസാലെയുള്ള സമ്മതം. അതൊക്കെ ടീച്ചർ ഞങ്ങൾക്ക് വിട്. ഞങ്ങൾ പറയുന്നതിൽ ആദ്യമൊക്കെ അവളൊരു വാശി കാണിക്കുമെങ്കിലും ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. എനിക്കറിയാം. പക്ഷെ ആ ഭാഗ്യം എന്റെ മകന്റെ കാര്യത്തിൽ എനിക്കില്ലാതെ പോയി. അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോ ഇങ്ങനെ തലകുനിച്ചിരിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ എന്തായാലും അവളെയും കൊണ്ടേ മടങ്ങുന്നുള്ളൂ. അശ്വതി, നീ അവളെ വിളിച്ച് വേഗം വരാൻ പറ. അവൾ ഇങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു. നീ എന്താ അശ്വതി ആന്റി വിളിച്ചിട്ട് പോവാത്തെ? അവരവിടെ വെയിറ്റ് ചെയ്യല്ലേ? അവിടെ പോയാലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഒന്നെങ്കിൽ ആന്റിയുടെ മുന്നിൽ വെച്ച് എന്റെ തീരുമാനത്തെ കുറ്റപ്പെടുത്തി കുറെ സംസാരിക്കും. അതും അല്ലെങ്കിൽ എന്റെയോ ഡേസി ആന്റിയുടെയോ സമ്മതമില്ലാതെ എന്നെ ബലമായിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് രാവിലെ അമ്മയുടെ കോള് വന്നപ്പോഴേ എനിക്കതിന്റെ സൂചന ഉണ്ടായിരുന്നു. അതാ അവര് വരുന്നതിന് മുമ്പ് ഞാൻ അവിടുന്ന് മുങ്ങിയത്. അപ്പോ അശ്വതി ആന്റി മുരളിയെങ്കിലും നിന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ നിനക്ക് താല്പര്യമില്ല എന്ന് വെച്ചാൽ ഡേസി ആന്റിയോടൊപ്പം ആ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമെന്ന് അല്ലേ? അതെ, അതിലെന്താ കുഴപ്പം? ഏയ്, അതില് കുഴപ്പമുണ്ടെന്ന് ആര് പറഞ്ഞു? ആന്റിയോടൊപ്പം അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഡോക്ടർ വൈകാതെ തിരിച്ചു വരുമെന്ന് ആന്റിയെ പോലെ നീയും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അതെ. അല്ല, നീ എന്താ ഒരുമാതിരി പോലീസുകാരെ പോലെ ഇതൊക്കെ എടുത്തെടുത്ത് ചോദിക്കുന്നത്? നീ നേരത്തെ പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തിയതാ. എന്തുറപ്പ് വരുത്താനാന്ന്? മളു, ഞാനൊരു സജഷൻ പറയട്ടെ. ഡോക്ടറെ നേരിൽ കണ്ട് നിങ്ങൾ തമ്മിലൊരു 10 മിനിറ്റ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് സമ്മതമാണെങ്കിൽ പറ. ഡോക്ടർ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിച്ച് അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. അല്ലാതെ ആന്റി പറയുന്ന പോലെ സ്വയം നന്നായി തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ വെറുതെ വെയിറ്റ് ചെയ്ത് ഈ പ്രശ്നം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടറെ അങ്ങോട്ട് പോയി കണ്ട് സംസാരിക്കാനോ? അതും ഞാൻ. അപ്പോ നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഏയ്, ഞാനൊരു സജഷൻ പറഞ്ഞേ ഉള്ളൂ. ഡോക്ടറെ നീ ഇപ്പോഴും ഇത്രയും സ്നേഹിക്കുന്ന സ്ഥിതിക്ക് ആ മനുഷ്യൻ നന്നാവണമെന്നും ആ അമ്മയുടെ നല്ല മകനെ തിരിച്ചു വരണമെന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് സത്യം. എന്ന് കരുതി അയാൾ ആ അമ്മയോടും എന്നോടും കാണിച്ച വിശ്വാസവഞ്ചന അത്ര പെട്ടെന്ന് മറക്കാനോ പൊറുക്കാനോ എന്നെ കൊണ്ട് കഴിയും തോന്നില്ല. അപ്പോ പ്രത്യേകിച്ചും നമ്മുടെ കാര്യത്തില് എന്നെ വെറും വെട്ടിയാക്കിക്കൊണ്ട് അയാൾ അലീനയായിട്ടുള്ള പഴയ പ്രേമം പൊടിതട്ടിയെടുത്തത് ഞാൻ ക്ഷമിച്ചേക്കും. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ അയാൾ നമ്മുടെ റിലേഷനെ മറ്റുള്ളവർക്ക് മുന്നിൽ, പ്രത്യേകിച്ച് ഡേസി ആന്റിയുടെ അടുത്ത് വെറും തരം താഴ്ന്ന രീതിയിൽ പ്രസന്റ് ചെയ്തതിന്
ഡോക്ടർ ജോബിൻ മാന്യമായ ഒരു ശിക്ഷ അർഹിക്കുന്നുണ്ട്. അതയാൾ അനുഭവിക്കുക തന്നെ വേണം. അപ്പോ ശിക്ഷ എന്ന് പറയുമ്പോൾ നീ എന്തോ ഉദ്ദേശിക്കുന്ന മാളു? എന്റെ സ്നേഹം എന്തായിരുന്നു എന്നും അത് എത്രമാത്രം സത്യസന്ധവും ആത്മാർത്ഥതയുള്ളതുമായിരുന്നെന്നും അയാൾ റിയലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പവും മാളുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തിയും സത്യവും എന്താണെന്ന് അയാൾ തിരിച്ചറിയണം. അപ്പോ നമ്മളെ തള്ളി പറഞ്ഞ അതേ നാവുകൊണ്ട് നമ്മുടെ ബന്ധത്തെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും വേണം. അങ്ങനെ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അയാൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തം ചെയ്തു മടങ്ങി വരികയാണെങ്കിൽ എങ്കിൽ മാത്രം നീ പറഞ്ഞതുപോലെ ഡോക്ടർ ജോബിന് വേണ്ടി വീണ്ടും ഒരു സ്ഥാനം ഒരുക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് തുടങ്ങും. ചെയ്ത് തെറ്റായി പോയിന്ന് ഡോക്ടർ നിന്നോട് കൺഫ്യൂസ് ചെയ്താ പോരെ? ഇല്ല അപ്പോ, അങ്ങനെ വെറും ഒരു ഏറ്റുപറച്ചിൽ കൊണ്ട് എന്റെ മനസ്സ് ആ മനുഷ്യനോട് പൊറുക്കൊന്നും പൊരുത്തപ്പെട്ടു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താ നിനക്ക് വേണ്ടത്? ഡോക്ടറോട് നിനക്ക് പക വീട്ടണോ? എന്താ അതാണോ നിന്റെ ഉദ്ദേശം? അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് ഇല്ലാതില്ല. അതിന്റെ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ. നീ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ. സോറി മാളു, ഞാൻ അതിനൊന്നും ഇല്ല. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. മാളു നിക്ക്, എന്താ ഡോക്ടറുടെ റിയാക്ഷൻ നോക്കാലോ. ഹലോ ഡോക്ടർ. ഹായ് അപ്പോ. ഡോക്ടർ എന്താ ഇവിടെ? ഞാനിവിടെ ഒന്ന് പള്ളി വരെ പോയതാ. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാ. ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ വെറുതെ ഒന്ന് കറങ്ങാലോ എന്ന്. സ്നേഹിക്കുന്നവരെ വഞ്ചിച്ചിട്ട് വഴിനീളെ പ്രാർത്ഥിച്ചിടന്നിട്ട് എന്ത് കാര്യം അല്ലേ? അപ്പോ പെറ്റമ്മയെ കൊന്നിട്ട് തെരുവിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? വെറുതെ ആൾക്കാരുടെ മുന്നിൽ കൂടുതൽ പരിഹാസ്യനാകാന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അല്ലേ? അപ്പോ ശരി, അപ്പോ വയ്ക്കും. വാ അപ്പോ, നമുക്ക് പോ. അവളെ ഇതുവരെ കണ്ടില്ലല്ലോ മുരളിയേട്ടാ. ഇനി എത്രാന്ന് പറഞ്ഞാ നമ്മളിവിടെ കാത്തിരിക്കുന്നേ? അവള് നമ്മളെ മനഃപൂർവ്വം പറ്റിക്കുന്നതാ. വരാൻ ലേറ്റായ കാത്തിരുന്ന് കാല് കഴിക്കുമ്പോ നമ്മളങ്ങ് പോകുമല്ലോ. അതാ അവളുടെ ഐഡിയ. ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആള് കൂടെ ഉണ്ടല്ലോ. അല്ല, രണ്ടുപേരും കൂടെ മോളെ കാത്തു നിൽക്കുവോ അല്ലേ? അയ്യോ, അവള് വന്നിട്ട് ഇന്നിനി നിങ്ങൾക്ക് പോകാനൊക്കെ ഒന്നും തോന്നുന്നില്ല. അപ്പൊ എങ്ങനാ? അങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഡെയ്സമ്മയോട് പറഞ്ഞ് അത്താഴത്തിനുള്ള വക കൂടെ ഉണ്ടാക്കാം. മാളുവിനെ വിളിച്ചിട്ട് കിട്ടിയോ അശ്വതി? ഇല്ല, കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു, എടുത്തില്ല. മനഃപൂർവ്വം എടുക്കാത്തതാ. എവിടെ ഉണ്ടെന്നറിഞ്ഞാ കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ ചെല്ലുമെന്ന് അവൾക്കറിയാം. എപ്പോഴായാലും ഇവിടേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ലല്ലോ. രാത്രി ആണേലും ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അത്രയ്ക്കൊക്കെ വാശി വേണോ മുരളി? ഒന്നാമതേ മാനസികമായി തകർന്നിരിക്കുക അവള്. അതിന്റെ കൂടെ നിങ്ങളും കൂടി ഇങ്ങനെ വാശി കാണിക്കണം. മാനസികമായിട്ട് തളർച്ച ഞങ്ങൾക്കുണ്ട്. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് അത് ഒന്നേ ഉള്ളൂ. അവളുടെ വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും അവൾ ആഗ്രഹിച്ചതുപോലെയല്ല ഞങ്ങൾ അവിടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. പകരം ഞങ്ങൾക്ക് കിട്ടിയതോ? എന്നും അവളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനേ ഉള്ളൂ നേരം. നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഡേയ്സമ്മ എന്തോ മനഃപൂർവ്വം ചെയ്തതാന്ന്. അതെ, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ നിലയ്ക്ക് നിന്നാലേ വീട്ടിലെ ആണുങ്ങൾ ചൊവ്വാവൂ. സംശയം ഉണ്ടെങ്കിലേ തന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്ക്. അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ?
ഇതാ കുഴപ്പം. ഞാൻ എന്നതേലും പറഞ്ഞ ഇവിടെ ആർക്കും പിടിക്കുകയില്ല. അതെ, നിങ്ങൾ കാത്തിരുന്ന് ഇങ്ങനെ വേറെ ഇറങ്ങാന്നല്ലാതെ അവള് വന്നിട്ട് പോകാനൊന്നും എളുപ്പമല്ല. നിങ്ങൾ വേഗം വീട് പിടിക്കാൻ നോക്ക്. എന്നിട്ട് ഇയാള് പറഞ്ഞ പോലെ വൈകിട്ടെങ്ങാനും വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്ക്. അതാ നല്ലത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പോ അവളെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു മുരളിയേട്ടാ. നമുക്ക് പോവാം. ടീച്ചറെ, അവള് വരുമ്പോ പറഞ്ഞേക്ക് ഇപ്രാവശ്യം അച്ഛനും അമ്മയും തോറ്റു മടങ്ങുകയാണെന്ന്. എന്ന് വെച്ച് അതൊരു മിടുക്കായി കാണണ്ടെന്ന് കൂടി പറഞ്ഞേര്. ഇനി വരുമ്പോ തീർച്ചയായും അവള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. വാശുതി. നീ എന്ത് പണിയാ മാളു കാണിച്ചേ? ഡോക്ടർ വെറുതെ വെറുപ്പിച്ചു വിട്ടു. എന്താ, നിനക്കതിൽ സങ്കടം തോന്നുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. നീ അങ്ങനെ റിയാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾക്ക് ഇന്ന് ഒരു തീരുമാനമാവുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഡോക്ടർ എവിടെയാണ് താമസിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ എങ്കിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് നിനക്കെന്തിനാ? ഡോക്ടർക്ക് വേറെ പെണ്ണ് അന്വേഷിക്കാനോ? അതോ ഉള്ള പെണ്ണിനെ കണ്ട് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യിക്കാനോ? അപ്പോ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നമ്മളായിട്ട് റിസ്ക് എടുത്ത് എന്തിനാ പഴയ ബന്ധങ്ങളിലേക്ക് വീണ്ടും അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്? അയാൾക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ അജ്ഞാതവാസം അവസാനിപ്പിക്കായിരുന്നല്ലോ. ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഡോക്ടർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും മാളു. നീ എന്താ അത് മനസ്സിലാക്കാത്തെ? എന്തോ എനിക്ക് പുള്ളിക്കാരനോട് ഒരു സെന്റിമെന്റ്സും തോന്നിയില്ല. തോന്നിയത് സഹതാപം മാത്രം. പിന്നെ എന്നെ ഇത്രയും വഞ്ചിച്ച ഒരാളുടെ മുഖത്ത് നോക്കി ഞാൻ ഇത്രയെങ്കിലും പറയണ്ടേ? അപ്പോ മാളു, സത്യത്തിൽ നിന്റെ സ്റ്റാൻഡ് എന്താ? ഡോക്ടർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു, അതേസമയം അയാളോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. അത് രണ്ടു കൂട്ടർക്കും ഗുണം ചെയ്യുന്നൊരു നിലപാടല്ല. എന്റെ നിലപാട് കൊണ്ട് ഡോക്ടർക്ക് ഗുണം ഉണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലോ? വാട്ട് ഡു യു മീൻ? ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ തിരിച്ചു വരണമെന്നും ഡേസിന്റെ അയാളെ പഴയതുപോലെ സ്വീകരിക്കണമെന്നും എന്റെ സ്നേഹത്തിന്റെ വില തിരിച്ചറിയണമെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ ആഗ്രഹമുണ്ട്. അതിനർത്ഥം ഞാൻ അയാളോട് ക്ഷമിച്ചു എന്നല്ല. അപ്പോ ഇനി അങ്ങോട്ടുള്ള എന്റെ ഓരോ പ്രവൃത്തിയിലും അയാൾ ചെയ്ത തെറ്റുകളുടെ ഗൗരവം അയാൾ മനസ്സിലാക്കണം. മനസ്സുകൊണ്ട് സ്വയം ഉള്ളൊരുകി പശ്ചാത്തപിക്കണം. അങ്ങനെ അങ്ങനെ ഓരോ അണുവിലും അഗ്നിശുദ്ധി വരുത്തിയ ഒരു മനുഷ്യൻ. തീയിൽ വേവുന്നത് കൊണ്ട് കൂടുതൽ ശുദ്ധനാവുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ മിസ്റ്റർ അപ്പു? മാളു, നിന്റെ ഈ തീരുമാനം ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഗുണം ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അയാൾക്കത് ഗുണമായി മാറുന്നെങ്കിൽ മാറട്ടെ, അങ്ങനെയുള്ളൂ. ഒരു 50-50 ചാൻസ്. സോറി, ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അല്ല മാഷേ, നീ എന്താ പറഞ്ഞത്? നീ ആൺകുട്ടിയാണെന്നോ? ആൺകുട്ടിക്ക് ശരീരത്തിൽ മാത്രമല്ല മാറ്റം വേണ്ടത്, മനസ്സും നല്ല കല്ല് പോലെ ഉറക്കണം. ഈ പുതിയ രൂപമാറ്റത്തിനുള്ളിലും ആ പഴയ അപ്പു എന്ന പെൺകുട്ടി ഉണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പെണങ്ങണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നീ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആവും. അതുകൊണ്ടാ. ഈ കാര്യത്തിൽ ഒഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് വെച്ചോ? അതൊരു രക്ഷപ്പെടല മാഷെ. സാരല്ല, തനിച്ചാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഒരു കൈ നോക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. VP ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? പുറത്തേക്കൊന്നും പോയില്ലേ? ഇല്ല, പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അപ്പോ നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ VPയോട് പറഞ്ഞിട്ടല്ലേ പോയത് മാളുവിനൊപ്പം പുറത്തു പോവാണെന്ന്. ഓ, അത് മനസ്സിലായി. പക്ഷേ
ഇത്രയും ലേറ്റ് ആയത് എന്താന്നാ ചോദിച്ചത്? അത് പിന്നെ മാളുമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇത്രയും നേരോ? എന്തായിരുന്നു അതിനു വേണ്ടി സംസാരിക്കാൻ? സംസാരിക്കാൻ പല കാര്യങ്ങളും ഉണ്ടല്ലോ വി പി. പ്രത്യേകിച്ചും അവളുടെ സാഹചര്യം ഇപ്പൊ വി പിക്ക് അറിയല്ലോ. ഓ, അതൊക്കെ എനിക്കറിയാം. ഇന്ന് മുരളി അശ്വതും കൂടി മാളുവിനെ കാണാൻ ഡെയ്സിലെ വീട്ടിൽ ചെന്നിരുന്നു. ആ, അശ്വതേന്റെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടെന്താ മാളു അങ്ങോട്ട് ചെല്ലാതിരുന്നു? മാളുവിനെ വെയിറ്റ് ചെയ്ത് അവർ കുറെ സമയം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അങ്ങോട്ട് ചെല്ലാൻ മാളു കൂട്ടാക്കാത്തതിൽ അശ്വതിക്കും മുരളിക്കും അല്പം ഇറിറ്റേഷൻ ഉള്ളതുപോലെ തോന്നി. വി പിയോട് ഇതാര് പറഞ്ഞു? അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം മുരളി എന്നെ വിളിച്ചിരുന്നു. മാളു നിന്റെ അടുത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതറിഞ്ഞിട്ടാ വിളിക്കുന്നതെന്നും അവരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് മാറി നിൽക്കുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് മുരളി സംസാരിച്ചത്. അവരവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും മാളു ചെല്ലാത്തതിൽ രണ്ടുപേർക്കും നല്ല പരിഭവമുള്ള പോലെ തോന്നി സംസാരത്തിൽ. എന്താ നിങ്ങൾ അങ്ങനെ ചെയ്ത്? അത് മോശമല്ലേ? അപ്പോ നിനക്കെങ്കിലും മാളുവിനോടൊന്ന് തിരിച്ചു പോകാൻ പറയായിരുന്നു. അല്ലെ അവളെയും കൂട്ടി നിനക്ക് അങ്ങോട്ട് ചെല്ലായിരുന്നില്ലേ? അശ്വതേന്റെ വിളിച്ചപ്പോ ഞാൻ മാളുവിനോട് ചെല്ലാൻ പറഞ്ഞതാ. പക്ഷെ അവര് വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയതുണ്ടാവും പോവാൻ മാള് കൂട്ടാക്കിയില്ല. എന്തായാലും അത് ശരിയായില്ല. എത്രയൊക്കെ ആയാലും അശ്വതിക്ക് മുരളിക്ക് അത് ഫീൽ ചെയ്യില്ലേ? അല്ല, എന്താ മാളുവിന്റെ ഉദ്ദേശം? അതിനെക്കുറിച്ച് നിന്നോട് വല്ലതും സംസാരിച്ചോള്? എന്താ പോ? എന്താന്നും മിണ്ടാത്ത? മാളു മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് വി പി. എന്ത് പ്ലാൻ? അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്നോട് ഷെയർ ചെയ്തില്ല. പക്ഷേ ഡോക്ടറുടെ കാര്യത്തിൽ അവൾ ഇപ്പോഴും ഡെയ്സിന്റെ പക്ഷത്ത് തന്നെയാണെന്ന് ഉറപ്പാ. ഡെയ്സി എല്ലാ കാര്യത്തിലും വളരെ പക്വമായ തീരുമാനം എടുക്കുന്ന ആള് തന്നെയാ. പക്ഷെ ഈ കാര്യത്തിൽ ഡെയ്സി ഇങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കണ്ടായിരുന്നു. അത് ചിലപ്പോ മാളുവിനും കൂടി ദോഷമായി വന്നേക്കും. എന്താ നിനക്കെന്ത് തോന്നുന്നു? ഞാനെന്ത് പറയാനാ വി പി? ഡെയ്സി ആന്റിക്ക് ശരിയാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അതില് ന്യായം ഉണ്ടെന്ന് തോന്നിയിട്ടാവുമല്ലോ മാളുവും ആന്റിക്കൊപ്പം നിൽക്കുന്നേ. അവരുടെ അഭിപ്രായമല്ല, ഞാൻ നിന്റെ അഭിപ്രായം ചോദിച്ചത്. ഇല്ല വി പി, എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. ആരൊക്കെ എന്തൊക്കെ ഡിസിഷൻ എടുത്താലും മാളുവിന്റെ ലൈഫ് സ്പോയിൽ ആവരുത്. എനിക്കത്രേ ഉള്ളൂ. നോ ഡാഡി, ഡാഡി ഇനി എന്തൊക്കെ മെറിറ്റ്സ് പറഞ്ഞാലും ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്. അതിനെന്താ, അയാള് വന്നോട്ടെ. അയാൾക്ക് ഈ സിറ്റിയിൽ വേറെ പരിചയക്കാര് പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ. ഡോക്ടർ അലീനെ കാണാൻ ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട. വന്ന അയാളെ ഞാൻ ശരിക്കും നാണം കെടുത്തി വിടും, നോക്കിക്കോ. ഓ, കൂടിപ്പോയ ഡാഡി എനിക്കുള്ള പോക്കറ്റ് മണി അയച്ചു തരില്ലായിരിക്കും. എനിക്ക് ആ പിച്ചക്കാശ് വേണ്ടെങ്കിലോ? ഞാൻ ഇവിടെ എന്റെ ശമ്പളം കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഡാഡി അതുകൂടി കൊണ്ടുപോയി ആ മുതുക്കി മദാമയ്ക്ക് കൊടുക്ക. എന്നാലും ഞാൻ ഒരുത്തനെയും കാണാൻ പോകുന്നില്ല. ഡോക്ടർ രാവിലെ തന്നെ കട്ട കലിപ്പിലാണല്ലോ. പതിവിന്ന ഡാഡി തന്നെയാണോ തന്റെ ഇര? അല്ലാതെ പിന്നെ എന്റെ വക്കീലെ, ഇതുപോലൊരു അലമ്പ് ഡാഡി ലോകത്ത് എനിക്കല്ലാതെ വേറെ ആർക്കും കാണില്ല. നമ്മുടെ മൂട് കളയാൻ വേണ്ടി എന്നും എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നോളൂ. എന്തായിരുന്നു ഇന്നത്തെ ഇഷ്യൂ? ആ ചാവക്കാട്ട് നിന്ന് ഏതോ ഒരുത്തൻ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. ആള് ലണ്ടനിലെ വേരുകളുള്ള പടർന്നു പന്തലിച്ച ഒരു കുബേരയാണെന്ന്. വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ ആ മച്ചാൻ എന്നെയും കൊത്തിയെടുത്ത് ലണ്ടനിലോട്ട് പറക്കുമെന്ന്. ആഹാ, അതിനാണോ ആ പാവൻ ഡാഡിയുടെ കണ്ണു പൊട്ടിച്ചത്? മോൾക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിച്ചതിന് ആ പാവത്തിനെ രാവിലെ തന്നെ ഇങ്ങനെ സൽക്കരിക്കേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ വരുന്നത് ഒരു കുബേര കക്ഷിയല്ലേ. പുള്ളിക്കാരന് ഇഷ്ടമായ ഡോക്ടറെയും കൊത്തിയെടുത്ത് പറക്കുകയും ചെയ്യും. കൊത്തിയെടുത്ത് പറക്കാൻ ഇങ്ങോട്ട് വരട്ടെ. അവന്റെ കൊക്കൻ ചെറുകൻ തല്ലി പൊട്ടിച്ച് ഞാൻ ഇവിടെ ഇടും. അതെന്റെ ഡാഡിക്ക് നല്ലോണം അറിയാം. പറഞ്ഞ പോലെ ഞാൻ ചെയ്യുമെന്ന്. അല്ല, എനിക്കറിയാമേലഞ്ഞിട്ട് ചോദിക്കുക, എന്നും ഇങ്ങനെ ഡാഡിയുടെ വഴക്കാളിക്കുട്ടിയായിട്ട് നടന്നാ മതിയോ ഡോക്ടർക്ക്? അതിലെന്താ കുഴപ്പം? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത് ഒരു ത്രില്ലല്ലേ വക്കീലെ?